പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മസ്ജിദിൻ്റെ അടുത്താട്ടോ. അതായത് വരുന്ന വഴി ഞാൻ പറയാം. നമ്മുടെ സാറിൽ നിന്നും ലുലുവിലേക്ക് പോകുന്ന റോഡിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു പള്ളി. അതായത് ഈ പള്ളീൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു പാർക്കുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പേര് എന്ന് പറയുന്നത് മഫൂദ് സയ്യിദ് സയാനി മൊസാക്ക് കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പേര് പറയുന്നത് ഇവിടെ അറബിയിലായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു പള്ളിയാട്ടോ, ജുമാക്കുള്ള പള്ളിയാണ്. സാറിലെ ഏറ്റവും അവസാനമായിട്ട് വന്നൊരു പള്ളിയാട്ടോ. അത്യാവശ്യം ഇതിൻ്റെ ഉൾഭാഗം നല്ല രസമായിട്ട് കാണാൻ അടിപൊളി പള്ളിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാം. ഞാനിതൊരു പള്ളിൻ്റെ ആ സൈഡ് ഭാഗത്ത് നിന്നിട്ടാണ് എടുക്കുന്നത്. അതായത് ഇതാണ് ഇവിടുത്തെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പാർക്കിൻ്റെ. അതായത് ഒരാളിങ്ങനെ ജോഗിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ജോഗിങ്ങിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരം ഇപ്പം നോമ്പായത് കൊണ്ടാണ്. ഇപ്പം സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയായിട്ടുണ്ടോ. ഈ 2 മണി സമയം എന്ന് പറയുന്നത് കണ്ടില്ലേ, നല്ല മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അറിയാലോ, ഈ ഇപ്രാവശ്യം മഴ വളരെ കുറവാണെങ്കിലും പക്ഷേ ഈ ക്ലൈമറ്റ് മാറാൻ പോകുന്ന ഈ അവസാന ഘട്ടത്തിൽ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. എല്ലാവരും കോട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അത്രയും തണുപ്പുണ്ട്. രാത്രിയായി പിന്നെ പറയണം കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ടോട്ടലി പാർക്കിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, ജോഗിങ്ങിനൊക്കെ ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരം 4 മണി സമയത്ത്, അതായത് ഇപ്പോൾ ഈ നോമ്പായത് കൊണ്ടാണ്, നോമ്പിന് മുമ്പൊക്കെ ഒരുപാട് ആളുകൾ, അതായത് നമ്മൾ മലയാളികളൊക്കെ ഇഷ്ടം പോലെ ഫാമിലിയുള്ള ആളുകൾക്ക് വരും കേട്ടോ. കാരണം ഈ ചുറ്റുഭാഗം മൊത്തം ഇതാണ്, ഇങ്ങനെ ഇതുപോലെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പള്ളീൻ്റെ ഈ മോസ്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് വില്ലകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇതിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പല ഭാഗത്തു കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വഴി എൻട്രിയാണ്, നമ്മൾ ഇതുവഴിയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് കയറുമ്പോൾ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ, ഏകദേശം ഈ പാർക്ക് വന്നിട്ട് 3 വർഷം അത്രേ ആവുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അതായത് ഇതുവരെ ഈ ലുലുവിൻ്റെ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്രയും വാഹനങ്ങളൊന്നും ഇതിലെ പോക്ക് വളരെ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാം സെറ്റായി. ഇപ്പോൾ ഇത് വഴി പോകാനും ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് കൊണ്ട് പാർക്ക് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മരങ്ങളും ഉണ്ടോ, അടിപൊളി രസകരമായിട്ടുള്ള ഓരോ പൂവുകൾ. നമ്മുടെ നാട്ടിൽ കോളാമ്പി പൂവെന്നൊക്കെ പറയുമല്ലോ, അതാണ് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഫ്ലവർ ഇവിടെ എല്ലായിടത്തും കാണാം കേട്ടോ, എല്ലാ വീടിനും മുൻവശത്തും കാണാം. അപ്പോൾ ഇതാണ് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഇതെന്ത് മരമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കണ്ടിട്ട് മൾബറിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മൾബറി. യെസ്, ഇത് പച്ച പഴുത്തിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിൽ രാത്രി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ലൈറ്റുകളൊക്കെ ഉണ്ട്. ആ ലൈറ്റുകളൊക്കെ വർക്കാവും, നല്ല രസമാണ് കേട്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ കാണാൻ. അതുപോലെ തന്നെ എല്ലായിടത്തും വെള്ളം കിട്ടാനുള്ള സ്പ്രിങ്കിളും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ് കേട്ടോ. ഇപ്പം കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഹൈവേ കേട്ടോ. സാർ ആർട്ടിയം മാളിലേക്ക് പോകുന്ന, അതായത് ലുലു മാളിലേക്ക് പോകുന്ന ഈ റോഡാണ് കേട്ടോ. ഈ റോഡിൻ്റെ വർക്കൊക്കെ പൂർത്തിയാക്കി ഒരുപാട് സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് ഓരോരോ മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ നിലത്തൊക്കെ കണ്ടില്ലേ, നല്ല ചുവപ്പ് ഒരു തരം പുല്ല്, അത് ചെടിയാണോ എന്ന് തോന്നുന്നു. ഇങ്ങനെ എല്ലാ ഭാഗത്തും സെറ്റാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ അധികം സമയം നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊന്ന് ഫാസ്റ്റാക്കി പോകാം. ഓക്കെ, ഇതുവഴി നടക്കാനുള്ള മറ്റൊരു സ്ഥലം, ഇരിക്കാനുള്ള സ്ഥലം, വേസ്റ്റ് ഇടാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടല്ലോ, പല സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോരോ വില്ലേജിൽ പോയിട്ട് ഓരോരോ പാർക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിലൊക്കെ ഓരോ കുട്ടികളെ സൈക്കിൾ ഓടിക്കാനും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ സൈക്കിൾ ഓടിക്കാൻ ചെറിയ കുട്ടികളൊക്കെ സൈക്കിൾ ഓടിച്ച് പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അതൊക്കെ ലക്ഷ്യം വെച്ചാണ് കേട്ടോ വൈകുന്നേരം ആളുകൾക്ക് ഒന്ന് ഇരിക്കാനുള്ള, അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് നേരം എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംഭവം കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ ഇതിലൊക്കെ ലൈറ്റ് ഉണ്ട്. രാത്രി കഴിഞ്ഞാൽ ലൈറ്റ് കാണുമല്ലോ. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഓരോരുത്തർ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ. പക്ഷേ ഇതിനും നല്ല ഒരുപാട് പാർക്കുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഓരോരോ വില്ലേജുകളിൽ കൊണ്ടുവരുന്ന ഓരോ സംഭവങ്ങൾ കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇതൊക്കെ ഫ്രീ എൻട്രി ആണ്, ഒന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ അതുപോലെ ഇരിക്കാനുള്ള മറ്റൊരു സൗകര്യം. പിന്നെ ബാത്റൂം ഇതാണ്, ഇവിടെ തന്നെ ബാത്റൂമൊക്കെ ഉള്ളത്. അപ്പോൾ ജെൻസിനും ലേഡീസിനൊക്കെ സെപ്പറേറ്റ് ബാത്റൂം ഉണ്ടാവും. ഓപ്പണാണ് ഗൈസ് ബാത്റൂമൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളൂ. പക്ഷേ ഇതാണ്, അതായത് ഇപ്പം പറയുന്നതിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ പാർക്കുകളൊക്കെ, ഓരോരോ വില്ലേജ് കേന്ദ്രീകരിച്ച്. ഇത് ലേഡീസിനുള്ളത്.
അതിൻ്റെ ആ ചിഹ്നം നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാത്റൂമിൽ കയറാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നു കേട്ടോ. ഇപ്പം നല്ല സീസണാണ്, തണുപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലാ വീട്ടിലും ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സമയം കേട്ടോ. ഈ ബഹ്റൈനിൽ പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയങ്ങളാണ് എല്ലാവരും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. ഏതൊരു വീടിന് മുന്നിൽ പോയി കഴിഞ്ഞാലും നല്ല നല്ല രസകരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടോ. അതിൽ ഏറ്റവും രസം നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്തൊരു പൂണ്ടല്ലോ, കടലാസ് പൂ. അതാണ് മിക്ക വീടുകളിലും കാണും കേട്ടോ. ഇത് നമ്മുടെ എന്താണ് പറയുക, ഇത് ബെഡ് ചെയ്താണ്, അത് കൊമ്പ് വെട്ടിയാന്ന് തോന്നുന്നുണ്ട്. അതായത് മരം മുകളിലേക്ക് പന്തരിച്ച് പോകാതിരിക്കാനും വേണ്ടി, ചെറുതായി നിൽക്കാനും വേണ്ടി വെട്ടിയതായിരിക്കും. നമ്മുടെ എന്താ പറയുക, ഒരു കായുണ്ടല്ലോ, നമ്മൾ പുറം പൊട്ടിച്ചിട്ട് ഉള്ളിൽ തിന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇവിടെ അറബികളാണെങ്കിൽ അതിൻ്റെ പുറം ഭാഗം തിന്നും, ഉള്ളൊഴിവാക്കും. അങ്ങനെയാണ്. എൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് പാർക്കിൻ്റെ ഒരു മുഴുവൻ വ്യൂ കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാരിങ്ങനെ പോയിരിക്കും രാത്രി വൈകുന്നേര സമയങ്ങളിലൊക്കെ. ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു പ്രത്യേക വൈബാണ് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ. ഗൈസ് ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയ ബാരിക്കേഡുണ്ട്, അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കരുത്. കാരണം അപ്പുറം ഹൈവേ ആണ്, ചീറിപ്പവഞ്ഞ് പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.